എല്ലാവർക്കും നമസ്കാരം. ഒരു കർഷക തൊഴിലാളിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സൈദലവി, അമ്മായത്ത്, കടകശ്ശേരി. എൻ്റെ വീട്ടും പേര് അമ്മായത്ത് എന്നാണ്. ഞാൻ ചെറുപ്പം മുതൽ ഈ കൃഷിപ്പണിയും പശുവിനെ നോട്ടും അങ്ങനെയല്ല കൃഷിയുടെ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. കർഷക തൊഴിലാളി 44-കാരനായ തവനൂർ അമ്മായത്ത് സൈദലവി. പറമ്പ് കിളയ്ക്കുവാനും തെങ്ങിന് തടമെടുക്കുവാനും നെല്ല് വിതയ്ക്കുവാനും വരമ്പിടാനുമെല്ലാം തവനൂർ കടകശ്ശേരി മേഖലകളിൽ സൈദലവിയുടെ സാന്നിധ്യമുണ്ട്. ഞാനൊരു മിനിമം ഒരു 15 വയസ്സ് മുതലുണ്ട്. ഞാൻ വിദ്യാഭ്യാസം 4ാം ക്ലാസ്സാണ്. എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഒരു രാഘവേട്ടനും പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ മാണി എന്ന് പറഞ്ഞ ഒരാളുമാണ് കൂടെ കൊണ്ടുനടന്നിരുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരില്ല. അപ്പം ഞാനാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പണിക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴും കൃഷിപ്പണിയൊന്നും നിർത്തിയിട്ടില്ല, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ കുറച്ച് പാട്ടത്തിനെ പറ്റിയ കണ്ടപ്പോൾ നമ്മൾ പണിയെടുക്കുന്നുണ്ട്. കൃഷിപ്പണികളിലേക്ക് കൗതുകത്തോടെ വന്നണഞ്ഞ സൈദലവി 30 വർഷത്തിലേറെ കാലമായി കർഷക തൊഴിലാളിയായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. നമ്പൂരി മാഷക്കും കുട്ടൻ്റെ വീട്ടിൽ, വടിക്കൽ ജ്യോതിട്ടൻ്റെ വീട്ടിലും എല്ലാ ഒരുവിധമുള്ള വീട്ടുകളിലൊക്കെ നമ്മൾ തന്നെ പണിയെടുക്കുന്നത്. അതേ മടത്തിൽ നിന്ത്രായൊക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നത്. നമ്മളെ കൂടെ 2-3 ആൾക്കാരുണ്ട് കൂടെ പണിയെടുക്കുന്നത്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ നാട്ടുതൊഴിലാളികളുടെ അപര്യാപ്തത അതിരൂക്ഷമായി തുടരുമ്പോഴും അതിഥി തൊഴിലാളികളുടെ ലഭ്യത അതിലേറെയുണ്ട്. പക്ഷേ അതെത്ര കാലമെന്ന് പറഞ്ഞു വെക്കുവാനാകില്ല. ഇപ്പോഴത്തെ തലമുറ ഒന്നും ആരും ഈ കൃഷിപ്പണിക്കൊന്നും ഇറങ്ങുന്നില്ല. ഒരു വരമ്പ് വെക്കാൻ അറിയില്ല, ഒരു വരമ്പ് ചെത്താൻ അറിയില്ല, ഒരു ഞാറിടാൻ അറിയില്ല. എന്താണ് പാടം, എന്താണ് കൃഷി എന്നുള്ള ഒരു വിവരം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. വളടാൻ പറഞ്ഞാലും ഒരു മരുന്നടിക്കാൻ വന്നാലും ഒക്കെ വിളിച്ചാലും ആരും വരില്ല. പണിയില്ലാതെ വെറുതെ അവിടെ ഇവിടെ കറങ്ങി തിരിയാന്നല്ലാതെ ഒന്നും വിളിച്ചാലും ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഇറങ്ങുന്നില്ല. രക്ഷിതാക്കളെല്ലാവരും കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനത്തെ കാര്യത്തിൽ ഇറക്കണം. ഇനിയിപ്പോൾ നമ്മളൊക്കെ തലമുറ തീരുമ്പോഴേക്കും ഒന്നുമില്ലാതെ ഒരു അവസ്ഥ വരുത്താൻ പോവുകയാണ്. അപ്പോൾ അത് അങ്ങനെ ആവരുത്. തവനൂർ ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷത്തിൽ പഞ്ചായത്ത് പ്രദേശത്തെ ഏറ്റവും മികച്ച കർഷക തൊഴിലാളിയായി ആദരിക്കുകയുണ്ടായി. മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.